പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. രാവിലെ 11:30 വിമാനത്തിൽ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നടരാജ്, എപ്പോഴാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്? ബന്ധുക്കൾ ഈ മൃതദേഹത്തോടൊപ്പം തന്നെ അനുഗമിക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? മഹേഷ്, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും രാവിലെ 11:30 വിമാനത്തിലാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. റായ്പൂരിൽ എത്തിയ ശേഷം ആംബുലൻസ് മാർഗമാണ് ഇവരുടെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ബന്ധുക്കളും കൂടെ അനുഗമിക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിക്ക് തൃശ്ശൂരിൽ നിന്നും മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞു. അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നമുക്കറിയാവുന്ന പോലെ ഈ മൃതദേഹം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം നിലനിന്നിരുന്നു. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതെ ഏറ്റെടുക്കില്ല എന്ന നിലപാടിലായിരുന്നു കുടുംബം. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിലാണ് നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പ് നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റ് ശക്തമായ വകുപ്പുകൾ ചുമത്താമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും മൃതദേഹം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വലിയ പ്രതിഷേധങ്ങളാണ് അതിനു മുമ്പ് മൃതദേഹം ഏറ്റെടുക്കുന്നവരെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടായത്. അത് പിന്നീട് ചർച്ചയിൽ പരിഹരിച്ചതോടുകൂടിയാണ് ഇവർ മൃതദേഹം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും മൃതദേഹം രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയി രാവിലെ 11:30 വിമാനത്തിൽ ഛത്തീസ്ഗഡിലേക്ക് മൃതദേഹം കൊണ്ടുപോകും.